ഇപ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലിപ്പോൾ സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണല്ലേ ശീമച്ചക്ക. അപ്പോൾ സീസണിലായിട്ട് നമുക്കിത് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ചിപ്സ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ കുട്ടികൾ വൈകിട്ടത്തെ ചായക്കായിരുന്നാലും ചുമ്മാ വെറുതെ ഇരിക്കുമ്പോഴെന്നാലും കഴിച്ചുകൊണ്ടിങ്ങനെ നടക്കും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല വിളഞ്ഞ ചക്ക തന്നെ എടുക്കാണ്ട് ശ്രദ്ധിക്കണം. മൂത്ത ചക്കയിൽ അത് എന്നെ എടുക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ മാത്രം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റ് ആ ഒരു ചിപ്സിന് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ 2 എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ 4-5 പീസായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം അതിൻ്റെ പുറത്തുള്ള തൊലിയൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. അപ്പോൾ ഞാൻ എന്തായാലും ഒരു പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഞാൻ എന്താ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് സാധാരണ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഷേപ്പിൻ്റെ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ നടുക്കോ ഇങ്ങനെ സംഭവമാണല്ലോ തണ്ട്, അതൊന്ന് മുറിച്ചൊന്ന് മാറ്റാം. അത് വേണ്ട കേട്ടോ. അത് മുറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കിത് പച്ചവെള്ളത്തിലേക്ക് ഒരു 5-6 മിനിറ്റ് ഒന്ന് ഇട്ട് വയ്ക്കണം. അപ്പോഴില്ലെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നിറം മാറും കേട്ടോ. നമ്മൾ പെട്ടെന്ന് കറുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പച്ചവെള്ളത്തിലേക്കൊന്ന് ഇട്ട് വയ്ക്കാം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഇട്ട് വയ്ക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വീട്ടിലൊക്കെ ഇതിൻ്റെ ഒരു മരമുള്ള ശീമച്ചക്ക മരമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കട്ടെ, ചിപ്സായിട്ടൊക്കെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കറി വയ്ക്കാനായിരുന്നാലും തോരൻ വയ്ക്കാനും നമ്മളെല്ലാം ചെയ്തുകൊണ്ടിട്ട്. അപ്പോൾ ചിപ്സ് ആകുമ്പം കുട്ടികൾ മെയിനായിട്ട് കഴിക്കുമല്ലോ. നമ്മളല്ലാതെ തോരനൊക്കെ ചേർത്ത പിള്ളേർക്ക് വലിയ താല്പര്യമൊന്നും കാണൂല. ചിപ്സ് ആകുമ്പോൾ കുട്ടികളങ്ങ് കഴിച്ചോളും, ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താ ചീവി ഇങ്ങനെ എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ സ്ലൈസർ ഉള്ളതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് അങ്ങ് എടുക്കുവാണേ. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കത്തി കൊണ്ട് നൈസായിട്ടൊന്ന് മുറിച്ചെടുത്താൽ മതി. ഭയങ്കര കനം കുറച്ച് അരിയണമൊന്നുമില്ല. അപ്പോൾ ഇത് സ്ലൈസറിലായതുകൊണ്ട് ഇത്രയും കനം കുറച്ചൊന്ന് അരിഞ്ഞ് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒന്ന് സ്ലൈസ് ആയിട്ടൊന്ന് അരിഞ്ഞ് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് 2 ഉണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പുറത്തിങ്ങനെ വെയിലൊക്കെയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഉപ്പ് മഞ്ഞളൊക്കെ പുരട്ടിയിട്ട് ഒരു മണിക്കൂറൊന്ന് വെയിൽ കൊള്ളിച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അധികം എണ്ണയും പിടിക്കില്ല കേട്ടോ. ഇപ്പോൾ ഇതാ പുറത്ത് അത്യാവശ്യം കുറച്ചിങ്ങനെ മഴ പുറത്തൊരു അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം കൊണ്ട് എണ്ണയെ ഒന്ന് ചൂടാക്കിയെടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ പൊരിച്ചെടുക്കാം. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഗോൾഡ് വിന്നറിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ മഞ്ഞളും ഉപ്പും പുരട്ടി വെച്ചിട്ടുള്ള ആ ഒരു ശീമച്ചക്ക ഇതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊരു സ്പൂണുണ്ട്, ഒരു ഫോർക്ക് എടുത്ത് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്നേരം ഒന്ന് ഇളക്കി കൊടുത്ത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് കിടക്കും. ഇങ്ങനെ പതഞ്ഞ് വരുമ്പം അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ അർത്ഥം. അപ്പം ഫ്രൈ ആയി ഇത് കുക്കായി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം എന്നുള്ളൊരു പാകമാണ് ഈ കാണുന്നത്. അപ്പം അതൊന്നും കാണില്ല, ഫുള്ളായിട്ട് അടങ്ങി ആ ഒരു കിളിക്കിരുത്ത സൗണ്ട് ഫുള്ള് മാറി കിട്ടും. അതിന് ശേഷം മാത്രം നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റിയാൽ മതി. നല്ല മുരിഞ്ഞ് തന്നെ വരും കേട്ടോ എണ്ണയിൽ കിടന്നിട്ട് തന്നെ. അപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു നിറമാകുന്നവരെ വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു എണ്ണയുടെ ആ ഒരു പതയൊക്കെ ഒന്ന് അടങ്ങി ഈ ചിപ്സിൻ്റെ ഒരു കിളികിരുത്തൊരു സൗണ്ട് വരണം. എന്നിട്ട് വേണം നമ്മളത് എണ്ണയിൽ നിന്ന് മാറ്റാനായിട്ട്. ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കായപ്പൊടി, മുളക് പൊടി അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചേർത്തെടുക്കാം. അതിന് ഒരു ടേസ്റ്റാണ്. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചാറ്റ് മസാലയും കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് അങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനും ഫ്ലേവറിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പൊടികളൊക്കെ വേണമെങ്കിൽ ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു നോർമൽ ഒരു സാധാരണ പോലെ ചിപ്സാക്കി തന്നെ എടുക്കുന്നുണ്ട്. വേറെ ഞാൻ അഡിഷണൽ ഇതിൽ ഉപ്പും അങ്ങനെ ചേർക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതുകൊണ്ട് തന്നെ ഇനി വേറെ ഞാൻ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. മസാല ഒന്നും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് കഴിക്കാം. അപ്പോൾ എന്തായിരുന്നാലും ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്ത് പൊരിച്ച് ചിപ്സാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് കുട്ടികൾ കൊടുത്തു നോക്കൂ. തീർച്ചയായിട്ടും കുട്ടികളല്ലേ അവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതൊക്കെ സാധാരണ ഒരു കറിയും തോരനൊക്കെ കഴിക്കുന്നതിനേക്കാളും ചിപ്സ് കുട്ടികൾ കുറച്ച് കൂടുതൽ ഇഷ്ടത്തോടു കൂടി കഴിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോയും കുഞ്ഞു റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും